പണ്ടൊരു കാലം ഭൂമിയിൽ മഴ പെയ്തില്ല. എന്താവും സ്ഥിതി എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. വെള്ളമില്ലെങ്കിൽ കുളിയില്ല, കുടിയില്ല, തീനില്ല. ജീവികൾ ആകെ വലഞ്ഞു. കാട്ടിൽ ആനക്കൂട്ടം വശം കെട്ടു. അവർ അവരുടെ രാജാവിൻ്റെ അടുത്ത് സങ്കടഹർജിയുമായി എത്തി. ആനത്തലവൻ ദൂതന്മാരെ പറഞ്ഞുവിട്ട് എവിടെയെങ്കിലും നല്ല വെള്ളം കിട്ടുമോ എന്ന് അന്വേഷണമായി. അതിലൊരു ദൂതൻ ചന്ദ്രികാ സരസിന്റെ തീരത്തെത്തി. അവൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിറയെ തെളിഞ്ഞ വെള്ളം. അവിടെ കുടിക്കുവാനും കുളിക്കുവാനും പരമസുഖം. ആനകളെല്ലാം അങ്ങോട്ട് യാത്രയായി. എന്നാൽ തടാകത്തിന്റെ തീരത്ത് മുയലുകളുടെ ഒരു കൂട്ടം പാർത്തിരുന്നു. ആനക്കൂട്ടത്തിന്റെ ചവിട്ടേറ്റ് അവയിൽ പലതും ചത്തു. ശീലിമുഖനാണ് മുയലുകളുടെ നേതാവ്. അയാൾക്ക് പരിഭ്രമമായി. മന്ത്രിമാരെ വരുത്തി എന്തു ചെയ്യണമെന്ന് ചിന്തിച്ചു. വിജയൻ എന്ന ഒരു മന്ത്രി മുന്നോട്ട് വന്നു പറഞ്ഞു, ആനത്തലവനെ ഞാൻ പറഞ്ഞു പിന്തിരിപ്പിക്കാം. ശീലിമുഖന് അയാളുടെ സാമർഥ്യം നല്ലപോലെ അറിയാമായിരുന്നു. അയാൾ വിജയനെ പ്രോത്സാഹിപ്പിച്ചു. വിജയൻ ആനകൾ വരുന്ന വഴിയിൽ കാത്തുനിന്നു. എങ്ങനെ ഇവരെ സമീപിക്കണം? കാര്യം നടക്കണമല്ലോ. ആനയുടെ അടുത്തു ചെന്നാൽ ജീവികൾ നാശം വരുത്തും. മണപ്പിച്ചു കൊല്ലുന്നവരാണ് പാമ്പുകൾ. രാജാവ് ചിരിച്ചുകൊണ്ട് കൊല്ലിക്കും. ദുഷ്ടന്മാരും തക്കം പാർത്ത് ചതിക്കും. കൊലയാനയുടെ ഇടവും വലവും മുന്നിലും പിന്നിലും ചെന്ന് നിൽക്കരുത്. തരം കിട്ടിയാൽ അവൻ തട്ടിക്കളയും. ഒരു കാര്യം ചെയ്യാം, ഈ കുന്നിൻ്റെ മുകളിൽ കയറി നിൽക്കാം. വിജയൻ അവസാനം ഒരു കുന്നിൻ്റെ മുകളിൽ കയറി നിന്നു. അതുവഴി വന്ന ആനത്തലവനും മന്ത്രിമാർക്കും സ്വാഗതം പറഞ്ഞു. ആനത്തലവന് അത്ഭുതമായി. വിജയൻ ആനകളുടെ യോഗക്ഷേമം മറ്റും ചോദിച്ചിട്ട് പറഞ്ഞു, ഞാൻ നക്ഷത്ര രാജാവായ ചന്ദ്രന്റെ ചാരനാണ്. ഞങ്ങളുടെ വംശത്തിൽ ഒരു മുയൽ എപ്പോഴും ചന്ദ്രനെ സേവിച്ചു കഴിയുന്നു. ഈ തടാകം ചന്ദ്രൻ നിർമ്മിച്ചതാണ്. ഈ തടാകം സംരക്ഷിക്കുവാൻ ചന്ദ്രൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആനകൾ വന്ന് ഈ തടാകം ആകെ കലക്കിമറിച്ചാൽ നിങ്ങൾക്ക് ആപത്താണ്. ഹിതം അനുഷ്ഠിക്കുന്നവരെ ചന്ദ്രൻ എപ്പോഴും സംരക്ഷിക്കും. മറിച്ച് അഹിതം പ്രവർത്തിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ ആനത്തലവൻ ആകെ പേടിയായി. കാര്യം നല്ല പന്തിയല്ലെന്ന് അവന് തോന്നി. ചന്ദ്രനോട് കളിച്ചാൽ ആപത്താണ്. മറ്റൊന്നും ചിന്തിക്കാതെ അവൻ കൂട്ടുകാരുമൊത്തു മടങ്ങി. അങ്ങനെ മുയലുകൾക്ക് രക്ഷയായി. വംശത്തിൽ കേമനായ ഒരുവനുള്ളതുകൊണ്ട് മുയലുകൾ രക്ഷപ്പെട്ടു.